അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ദിനവുമായി ബന്ധപ്പെട്ട് പ്രധാനമായി നമ്മുടെ കേരളത്തിൽ രണ്ട് തരം പോസ്റ്റുകളും കമൻറ്റുകളുമാണ് കറങ്ങി നടന്നത്. ഒന്ന്, ഇപ്പോൾ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടക്കുന്നത് രാഷ്ട്രീയ രാമനാണ്, BJPയുടെ രാഷ്ട്രീയ പ്രചരണായുധമാണ് രാമൻ. അത്തരത്തിലുള്ള രാഷ്ട്രീയ രാമനെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നതെന്നാണ് രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത്. എന്നാൽ മറുവശത്ത് തീവ്ര ഇസ്ലാമിസ്റ്റുകളും പോപ്പുലർ ഫ്രണ്ട്, SDP തുടങ്ങിയ സംഘടനാ പ്രവർത്തകരും പറയുന്നത് പള്ളിപ്പറമ്പിലെ രാമൻ എന്നാണ്. ഈ രാമക്ഷേത്രത്തിൻ്റെ ആവശ്യം ഹൈന്ദവ സമൂഹത്തിൽ നിന്ന് ഉയർന്നു തുടങ്ങിയ കാലം മുതൽ അതിനെ നഖശികാന്തം എതിർക്കുകയും അതിനെ അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്തിട്ടുള്ളതാണ് BJP ഒഴിച്ച്, അല്ലെ ശിവസേന ഒഴിച്ച് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും. തുടക്കം മുതൽ തന്നെ പ്രകടന പത്രികയിൽ ഒന്നാം സ്ഥാനത്ത് അവർ BJP പറയുന്ന പ്രധാനപ്പെട്ട കാര്യം അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുമെന്നാണ്. കഴിഞ്ഞ ദിവസം ഒരു പഴയ വീഡിയോ ക്ലിപ്പ് കാണാനിടയായി. നരേന്ദ്രമോദി എന്ന് പറയുന്ന നേതാവ്, അന്ന് അദ്ദേഹം നേതാവല്ല, BJPയുടെ നേതാവല്ല, മുഖ്യമന്ത്രിയല്ല, ആരുമല്ലാതിരുന്ന RSSൻ്റെ ഒരു പ്രചാരകനായിരുന്ന നരേന്ദ്രമോദി വികാരത്തോട് കൂടി സംസാരിക്കുന്നു. നമ്മളിവിടെ രാമമന്ദിരം പണിയുമെന്ന് 33 വർഷം മുമ്പ് ഉണ്ടായ ഒരു പ്രസംഗമാണ്. ഇന്ന് അവർ ആ പറഞ്ഞ വാക്ക് അവർ പാലിച്ചിരിക്കുന്നു. അവർ പറഞ്ഞ വാക്കുകളെല്ലാം തന്നെ അവർ പാലിച്ചു വന്നിരിക്കുന്നു. ഒരിക്കൽ പോലും 370 എടുത്തു കളയാൻ കഴിയില്ല, അങ്ങനെ സംഭവിച്ചാൽ ഇന്ത്യ തകർന്നു പോകുമെന്ന് പറഞ്ഞിരുന്നവരുടെ മുമ്പിൽ 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞുകൊണ്ട് BJP അവരുടെ പ്രകടന പത്രികയിലെ ഒന്നാമത്തെ വാഗ്ദാനം പാലിച്ചു. അതോടൊപ്പം തന്നെ മുത്തലാഖ് നിരോധിച്ചു, പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നു, അയോധ്യയിൽ ക്ഷേത്രം പണിയുമെന്നവർ കാലാകാലങ്ങളായി പറയുന്നത് അതും സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു, നിങ്ങൾ കുറേ നാളായില്ലേ രാമക്ഷേത്രം പണിയുമെന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് എന്തായി എന്ന് ചോദിക്കുന്നവരുടെ മുമ്പിലാണ് ഇന്നലെ പ്രൗഢോജ്വലമായ ആ ചടങ്ങ് നടന്നത്. അപ്പോഴിതാ വരുന്നു, രാഷ്ട്രീയ രാമനെയാണ് പ്രതിഷ്ഠിച്ചത്. BJP രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. തീർച്ചയായിട്ടും അത് രാഷ്ട്രീയ രാമൻ തന്നെയാണ്, BJP രാഷ്ട്രീയ നേട്ടത്തിന് തന്നെയാണ് അത് ഉപയോഗിക്കുന്നത്. അതിനകത്ത് ഒരു തർക്കവുമില്ല. അതിനുള്ള എല്ലാ അവകാശവും BJPക്കുണ്ട്. കാരണം ആ പാർട്ടി തുടങ്ങിയ കാലം മുതൽ, അതിൻ്റെ മുൻ രൂപമായ ജനസംഘം തുടങ്ങിയ കാലം മുതൽ അവരുടെ അടിത്തറയായ RSSൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിലൊന്ന് അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുക എന്ന് തന്നെയായിരുന്നു. അത് പരസ്യമായി തന്നെ അവർ അത് പറയുകയും ചെയ്തു. അതിൻ്റെ പേരിൽ അനവധി അവഹേളനങ്ങൾ നേരിട്ടൊരു പാർട്ടിയാണ്. ഇന്നവർ അധികാരത്തിലിരിക്കുന്നു. അവിടെ അയോധ്യയിൽ നിയമപരമായി തന്നെ അയോധ്യ രാമജന്മഭൂമി വിട്ടുകിട്ടി അവിടെ ക്ഷേത്രം ഉയരുമ്പോൾ അസൂയ മൂലം പറയുന്നതാണെന്ന് ഞാൻ പറയാൻ കഴിയും. അത് രാഷ്ട്രീയ നേട്ടം തന്നെയാണ്. BJP രാമനെ രാഷ്ട്രീയമായിട്ട് ഇന്നും ഇന്നലെയുമല്ല ഉപയോഗിക്കുന്നത്. കാരണം അവിടെ രാമക്ഷേത്രം വേണമെന്ന് പറയുന്ന ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരേ ഒരു ദേശീയ പാർട്ടി BJPയാണ്. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ അവർക്ക് വോട്ട് നൽകി ജയിപ്പിച്ചതും. അവരവരുടെ വാഗ്ദാനം നിറവേറ്റി. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയപരമായി തന്നെ അതിന് രാഷ്ട്രീയ രാമൻ എന്ന് പറഞ്ഞാൽ പോലും അതിന് ഒരു തെറ്റുമില്ല. മറ്റൊന്ന്, പള്ളിപ്പറമ്പിലെ രാമൻ എന്നാണ് ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളും പോപ്പുലർ ഫ്രണ്ടും ഒപ്പം SDP ഒക്കെ പറയുന്നത്. ആരുടെ പള്ളി, ആ പള്ളി എവിടെ നിന്നു എന്നുള്ള ചോദ്യത്തിനു കൂടി ഉത്തരം നൽകേണ്ടതുണ്ട്. അധിനിവേശക്കാരനായ ബാബർ സ്ഥാപിച്ച പള്ളി, ആ ഒരു പള്ളി മുമ്പ് അവിടുത്തെ രാമജന്മഭൂമിയിൽ, ഇല്ലെങ്കിൽ ശ്രീരാമൻ്റെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ആ ക്ഷേത്രം ഇടിച്ചു നിരത്തി അതിൻ്റെ മുകളിൽ പണിത പള്ളി, ആ പള്ളി ആണ് ഇപ്പോൾ കോടതി ഉത്തരവിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അവിടെ ക്ഷേത്രം ഉയർന്നു വരുന്നത്. അതെങ്ങനെ പള്ളിപ്പറമ്പായി മാറും? വല്ലവൻ്റെയും ഭൂമി കയ്യേറുക, അതിൽ പള്ളി കെട്ടി ഉയർത്തുക, പിന്നീട് ആ പള്ളിക്ക് വേണ്ടി വാദിക്കുക, പിന്നീട് ആ പള്ളി അവരുടേതല്ല എന്ന് മനസ്സിലാക്കുമ്പോഴേക്കും അതിൻ്റെ യഥാർത്ഥ ഉടമയ്ക്ക് തിരിച്ചു കിട്ടി അവരവിടെ ഒരു ക്ഷേത്രം പണിയുമ്പോൾ അതെങ്ങനെ പള്ളിപ്പറമ്പാകും? പിന്നെ വെറുതെ ഒരു ഓളത്തിന് പറയാൻ ഒരു സുഖമുണ്ട്. ഏതായാലും അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്കും ഇടതുപക്ഷത്തിനും ഇല്ലെങ്കിൽ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്കുമുള്ള വെപ്രാളത്തിന് പ്രധാന കാരണം രാമക്ഷേത്രമല്ല, ആ നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരുമെന്ന് ഉറപ്പിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ് ഇന്നലെ നടന്നത്. ആ ചടങ്ങ് അത് തന്നെ വ്യക്തമാക്കുന്നുമുണ്ട്. അത് കണ്ട് ഹാലിളകിയ, ഇല്ലെങ്കിൽ വട്ടുപിടിച്ച, ഇല്ലെങ്കിൽ കിളി പറന്നവരുടെ ചില ജൽപ്പനങ്ങൾ മാത്രമാണ് ഈ രാഷ്ട്രീയ രാമൻ എന്നുള്ളതും പള്ളിപ്പറമ്പിലെ രാമൻ എന്നുള്ളതും. അതിനത് പള്ളിയുടെ പറമ്പല്ല രാമൻ അവിടെ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. അത് രാമജന്മഭൂമിയുടെ ഭൂമിയായിരുന്നു അന്നും ഇന്നും എന്നും. അവിടെ അധിനിവേശക്കാരനായ, പുറത്തുനിന്ന് കടന്നെത്തിയ അക്രമകാരിയായ ബാബർ അവിടെ ആ ക്ഷേത്രം തകർത്ത്, ആ ക്ഷേത്രത്തിൻ്റെ തന്നെ ആ തകർത്ത അവശിഷ്ടങ്ങളിൽ നിന്ന് പടുത്തുയർത്തിയ ഒരു മസ്ജിദ്, ആ മസ്ജിദാണ് കോടതി നടപടികളിലൂടെ ഇപ്പോൾ ആ രാമജന്മഭൂമി ട്രസ്റ്റ് തിരിച്ചു കിട്ടിയത്. ഒരുപക്ഷെ ലോകത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഇസ്ലാം പിടിച്ചെടുത്തതും തകർത്തതുമായ ഒരു കാര്യവും ഒരു സമുദായത്തിനും തിരിച്ചു കിട്ടിയിട്ടില്ല. നമുക്കറിയാം, ഹാഗിയ സോഫിയയുടെ കാര്യമൊക്കെ നമുക്കറിയാവുന്നതാണ്. ആ പള്ളി പോയി അനവധി ക്രിസ്ത്യൻ പള്ളികൾ പിടിച്ചെടുത്തിട്ടുണ്ട്, ക്രിസ്ത്യാനികൾ കൂട്ടത്തോടെ ആട്ടിപ്പായിച്ചിട്ടുണ്ട്. ഏതാണ്ട് 1200 വർഷത്തെ ചരിത്രം പരിശോധിച്ചാൽ ആദ്യമായിട്ടാണ് ഒരു വലിയ ജനവിഭാഗം, ഒരു ഭൂരിപക്ഷ ജനത അവർക്ക് നഷ്ടപ്പെട്ടത്
തിരിച്ചു പിടിക്കുന്നത്. അത് കണ്ട് ഹാലിളകുന്നതാണ് ഒരു വിഭാഗം. മറുവിഭാഗത്തിന് രാഷ്ട്രീയ നേട്ടമെന്ന് പറയാനേ കഴിയുന്നുള്ളൂ. കാരണം അവരും കാണുന്നത് ഇത് ഒരു ക്ഷേത്ര അല്ലെങ്കിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് മാത്രമായിട്ടല്ല, പകരം നരേന്ദ്രമോദിയുടെ 3ാമത്തെ പട്ടാഭിഷേകം കൂടിയാണ് ഇന്നലെ നടന്നത്. ഏതാണ്ട് കാര്യങ്ങൾ ക്ലിയറാണ്. അതിൽ നിന്നുള്ളൊരു അങ്കലാപ്പിൽ നിന്നാണ് ഇത്തരത്തിൽ കമൻറ്റുകൾ വരുന്നത്. ഈ 2 കമൻറ്റിനുള്ള മറുപടി ഇത് തന്നെയാണ്. ഇത് തന്നെയാണ് ന്യൂസിൻ്റെ പോയിൻ്റ്. നന്ദി, നമസ്കാരം.